വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ വരാനായിട്ട്. എന്റെ മരുമകൾ ജോലിക്ക് പോണതല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾക്ക് കുറെ നേരമായില്ലോടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇതിനൊരു എത്തിയില്ലല്ലോ. കാണുന്ന ബിൽഡിംഗ് ആണോ? അതല്ലേ അത് തന്നെയാ. വാ നമുക്ക് വേഗം പെട്ടെന്ന് അല്ല, നമ്മുടെ പ്രസിഡന്റിനെ കാണാനില്ലല്ലോ. ഞാനിവിടെ ആ വിൻസെന്റ് എത്തിയപ്പോ കണ്ടില്ല. എനിക്ക് തോന്നുന്നു അല്ലേ, ഞാൻ അവളെ നോക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും എത്തിയോന്ന് നോക്കാനായിട്ട് ഇരിക്കുന്നതാണ്. അല്ല പ്രസിഡന്റ്, നമ്മളിവിടെ സംസാരിച്ച് നിൽക്കാനാണോ വന്നത്? അല്ലല്ലോ, നമുക്ക് ഡയറക്ടേഴ്സിനെ കണ്ട് സംസാരിക്കണ്ടേ? എന്നിട്ട് വേണം ഇവിടുത്തെ അന്തേവാസികളെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് വേണം നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. ഞാനിന്ന് ഡയറക്ടറെ വിളിച്ചിട്ട് പോരാ, നിങ്ങൾ ഇവിടേക്കൊന്ന് കാണാം. എപ്പോഴും നല്ല സ്ഥലമാണ്. അല്ലെങ്കിൽ അത് അച്ഛന്മാരുടെ കുട്ടികൾക്കൊക്കെ എന്ത് വന്നു കഴിഞ്ഞാലും സ്ഥലങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഐശ്വര്യം മാറോ ചേച്ചിയത്? ചേച്ചി ആ സൈഡ് നോക്കുക, ഒരു കിളിക്കൂടെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. നമുക്ക് അച്ഛനോട് ചോദിച്ചിട്ടേ ഈ ചെടിയിലെ ഒരു കമ്പ് ചോദിക്കണം അല്ലേ? എനിക്ക് റോസ് ചെടിയുടെയാണോ ചേച്ചി ചോദിച്ചത്? നല്ല കളറിൽ ചേച്ചിയത്. നിങ്ങളാണല്ലേ തൃശ്ശൂരിൽ നിന്ന് പുറനാട്ടുകര ഇടവകയിൽ വന്നത്? ഓ അതെ. ഓ അങ്ങനെയാണോ? നിങ്ങളുടെ വികാരിയുടെ പേര് റെവറൻഡ് ഫാദർ ജോൺസൺ ആയിരിക്കലല്ലേ? അഡ്വക്കേറ്റ് ആണ്. എങ്ങനെയാ പരിചയം വെച്ചാൽ സെമിനാരിയിൽ പുള്ളി എന്റെ ഒരു ജൂനിയർ ആയിരുന്നു. അവിടെ വെച്ചാണ് എനിക്ക് പരിചയം. ഞാൻ നിങ്ങൾ ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങളും നല്ല ആക്റ്റീവ് ആണല്ലേ സെമിനാരിയിൽ? ഞങ്ങളെ എണ്ണത്തിൽ കൂടുതലാണ്. ഞാൻ നിങ്ങളുടെ പ്രസിഡന്റ് കൂടെ വന്നതൊരു വലിയ കാരണമുണ്ട്. ഈ ഹോം നിങ്ങൾ കാണുന്നില്ലേ, ഇത് വലിയ പ്രത്യേകതയുള്ള ഒരു ഹോമാണ്. ഈ ഹോമില് ചെറിയ കുട്ടികളും നല്ല മുതിർന്ന പ്രായക്കാരുമുണ്ട്. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവിധ മതക്കാരുടെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഹോമാണ്. ഇതാണ് ഒരു പ്രത്യേകത. ഇവരെ നോക്കാനായിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ ഒക്കെ ഇൻചാർജ് എന്ന് പറയുന്നത് മേരിയടുത്താണ്. അവരാണ് ഇവരെ എല്ലാം നോക്കുന്നതും ഇവരുടെ എല്ലാ വെൽഫെയറും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നോക്കുന്നതും അവർ തന്നെയാണ്. അവർ നിങ്ങളെ ഈ സ്ഥാപനം ഫുള്ളായിട്ട് കാണിക്കുകയും ഇവിടെ ഉള്ള ഇൻവെസ്റ്റിനെ വിജയപ്പെടുത്തുകയും ചെയ്യും. മേരിയടുത്ത് ഇവര് തൃശ്ശൂരിലുള്ള പുറനാട്ടുകര ഇടവകയിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് വന്ന ഗസ്റ്റുകളാണ്. ഇവരെ നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണിച്ച് ഇവിടുത്തെ ഇൻവെസ്റ്റിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യണം. എനിക്ക് കുറച്ച് ഒഫീഷ്യൽ ജോബ് ഉള്ളതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് ഒന്ന് പോകട്ടെ. ഒരു കാര്യം, വീട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഒന്ന് കൊടുക്കട്ടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വെളിയിലുള്ള ഒരു ഫുഡ് ഐറ്റങ്ങളും ഇവിടുത്തെ ഉള്ള ഇൻവെസ്റ്റിന് നിങ്ങൾ കൊടുക്കാറില്ല. അതിന്റെ പ്രത്യേകത വേറൊന്നുമല്ല, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ, അതുകൊണ്ടാണ്. എന്നാൽ നിങ്ങളോ ഇത്ര സ്നേഹമായിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഫുഡ് ഐറ്റം കൊണ്ട സ്ഥിതിക്ക് ഈ ഒരു പ്രാവശ്യം ഞാൻ സമ്മതിക്കാം. മേരിയടുത്തി ഇവർ കൊണ്ടുവന്ന ഈ ഫുഡ് ഐറ്റങ്ങളൊക്കെ നമ്മുടെ ചേച്ചിമാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുത്ത് ഇവരെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കും. എന്നാൽ ഞാൻ പോകട്ടെ. നിങ്ങളോട് കാര്യം പറയാം. നിങ്ങൾ അവരെ കൊണ്ട് കാണുന്നത് അവരുടെ വീട്ടുവിശേഷങ്ങളൊന്നും ചോദിക്കരുത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആരും വീട്ടുകാരല്ല അവിടെ കൊണ്ടുണ്ടാക്കിയിട്ടത്.
നാട്ടുകാരും പോലീസുകാരൊക്കെയാണ് അവരെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു അമ്മേനെ പോലീസുകാരാണ് കൊണ്ടു നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവിടെ പുരുഷ വിഭാഗം ആ കാണുന്ന ഭാഗത്താണ്. അല്ല, ആ ഭാഗത്ത് കുട്ടികളൊക്കെ ഈ കാണുന്ന പിന്നിലാണ്. അമ്മമാരുടെ സ്ഥലം ദേ കാണുന്ന ആ പിന്നിലാണ്. തീർച്ചയായും അവരെ പുറത്തുള്ള സ്കൂളിലേക്ക് വിട്ടിട്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ അവർക്ക് അറിയാവുന്ന ജോലികളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ഇവിടെ നീങ്ങാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ അമ്മമാരുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. നിങ്ങൾ അവിടെ ഒന്ന് പോയി കണ്ടിട്ട് അപ്പോഴത്തേക്ക് പോകണം. അല്ല, പുരുഷന്മാരെ പറഞ്ഞ അപ്പൊ നിങ്ങളങ്ങോട്ട് പോയിക്കോ. ലാസ്റ്റ് അപ്പൊ ഞങ്ങൾ കണ്ട് ശരി. അതെ അമ്മമാരെ, നിങ്ങളെ കാണാനായിട്ട് പൊറനാട്ടുകരയിൽ നിന്നും വിൻസെന്റ് പോൾ സംഘടനയിലെ അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവര് നിങ്ങളെപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾ വിഷാദിച്ചിരിക്കരുത്, നല്ല സന്തോഷത്തോടെ ഇരിക്കണം. കൂടാതെ അവരുടെ വീട്ടുകളിൽ നിന്നുണ്ടാക്കിയ പലഹാരമായിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് തരുമ്പോഴൊക്കെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മുടെ അച്ഛൻ അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് സന്തോഷത്തോടെ സ്വീകരിക്കാം. അത് സാരില്ല, നമുക്ക് ആ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കഴിപ്പിക്കാം. പറഞ്ഞു തീർന്നില്ല, ദേ അവര് വന്നു കഴിഞ്ഞു. ചേച്ചിമാരെ, നിങ്ങൾക്കൊക്കെ സുഖാണോ? നീ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാ. കഴിച്ചു നോക്കിയിട്ടേ എങ്ങനെയുണ്ടെന്നൊന്ന് പറയും. മധുരൊക്കെ പാകമാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ അതെ, ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്ന് അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. നന്നായിട്ടുണ്ടല്ലേ? അമ്മേ അമ്മേ അമ്മേ, ഈ പലഹാരം കഴിച്ചു നോക്കി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇത് കഴിച്ചു നോക്കി. നോക്ക് ജിൻസി, ഈ അമ്മ അതൊന്നും മേടിക്കുന്നില്ലല്ലോ. ഒന്ന് നോക്കി ജാൻസിക്ക് അമ്മ ഒന്നും വാങ്ങുന്നില്ലല്ലോ. അമ്മേ കഴിച്ചു നോക്കി. അമ്മേ ഇതൊന്ന് കഴിച്ചാ അമ്മ, ഇതൊന്ന് കഴിച്ചു നോക്കിയാ അമ്മ. ഒന്ന് കഴിച്ചു നോക്ക്, ഇത് എങ്ങനെയുണ്ടെന്നൊന്ന് പറയേ. അമ്മേ ഒന്ന് കഴിച്ചു നോക്കി. അമ്മേ 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 ചേച്ചി, ഈ അമ്മ ഇത് പ്രസിഡന്റ്, ഇത് അമ്മയാ. ചേച്ചി
മക്കളൊക്കെയോ എനിക്കെല്ലാം അവന്റെ കല്യാണം കഴിഞ്ഞ് അവന്റെ 2 കൊച്ചുങ്ങളായപ്പോഴേ അവൻ വേറെ പോയി. ഇളയവൻ ഇപ്പോഴും ആദ്യത്തിൽ തന്നെയുണ്ട്. അവന്റെ മക്കളും മുതിർന്ന് വിവാഹപ്രായം എത്തിയപ്പോഴേ ഞാൻ അവിടെ അന്തപ്പറ്റായി. അവരെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അമ്മ എങ്ങനെ ഇവിടെ എത്തിയത്? ഇവിടെ ഒന്നൊരു കാര്യം ഇതുവരെ ഞമ്മ ചോദിച്ചിട്ട് പറഞ്ഞില്ലേ. എന്ത് ചോദിച്ചാലും എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കൊന്നും അറിയായിരുന്നില്ല. അല്ല അമ്മ, അമ്മ എങ്ങനെ ഇവിടെ എത്തിയത്? അതൊന്ന് പറയൂ. എങ്ങനെ ഇവിടെ എത്തി അമ്മേ? ഞാൻ അവിടെ നിന്നും പോയി എങ്ങോട്ടെന്നോ എന്താന്നോ ഒരു ഊഹമുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ പോയി ഒരു അനാഥാലയ ഒരു യാചകരുടെ കൂട്ടത്തിലാ ചെന്നപ്പെട്ടത്. അവിടെ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. ഞാൻ വിശന്ന് തളർന്ന് വീണപ്പോൾ പോലീസുകാർ വന്ന എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചത്. രോഗം ഒന്ന് ഭേദമായപ്പോൾ പോലീസുകാരാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മേ. ജാൻസി, നീ എങ്ങനെയായി അമ്മയെ അറിയുന്നത്? ഞാൻ പറയാം ചേച്ചി, ഞാൻ പറയാം. അതൊരു വലിയ കഥയാ ചേച്ചി. ഹെഡ് മിസ്ട്രസ്സായ എന്നെയും ബാങ്ക് മാനേജറായ എൻ്റെ ഭർത്താവിനെയും മക്കളെയും കുറിച്ച് മാത്രമല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. വിവാഹത്തിന് മുൻപ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മച്ചി മരിച്ചതാ. അമ്മച്ചിയുടെ മരണശേഷം അപ്പച്ചൻ ഒരു മുഴുകുടിയനായി മാറി. ദാരിദ്ര്യം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഞാനും എൻ്റെ അനിയനും വളരെ കഷ്ടപ്പെട്ടാ സ്കൂളിലേക്ക് പോയിരുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ച് ഞാൻ തലചുറ്റി വീണു. അന്ന് ഈ ടീച്ചറമ്മയായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ലക്ഷ്യം. ഈ ടീച്ചറമ്മ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് എന്നെയും എൻ്റെ അനിയനെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ടീച്ചറമ്മയുടെ ഭർത്താവിനും മക്കൾക്കും അത് തീരെ ഇഷ്ടമായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറമ്മ ഞങ്ങളെ അടുത്തുള്ള ഒരു അനാഥാലയത്തിലേക്ക് ആക്കി. പക്ഷേ പഠിക്കാൻ മിടുക്കരായ ഞങ്ങളുടെ 2 പേരുടെയും വിദ്യാഭ്യാസ ചെലവെല്ലാം ടീച്ചറമ്മയാണ് നോക്കിയിരുന്നത്. ടീച്ചറമ്മയ്ക്ക് അറിയോ, എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഞാൻ ടീച്ചറമ്മയെ വിളിക്കാൻ വന്നതാ. കുറെ ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ ടീച്ചറമ്മ ഫോൺ എടുത്തില്ല. ടീച്ചറമ്മ പിന്നീട് ടീച്ചറമ്മയ്ക്ക് അറിയോ, ജോസ്മോൻ ഇന്ന് സെന്റ് തോമസ് കോളേജിൽ ലെക്ചറാ. എന്റെ കുട്ടി ഇത്രമാത്രം വലുതായോ? അതെ അമ്മേ, എന്നെ പോലെ ഇല്ല, അവൻ നല്ല ഹൈറ്റ് വെച്ചു. പിന്നെ ജോസ്മോന് ജോലി കിട്ടിയപ്പോഴും ഞാൻ ടീച്ചറമ്മയെ കുറെ കോണ്ടാക്ട് ചെയ്തതാ. അന്ന് ഫോൺ എടുത്തത് ടീച്ചറമ്മയുടെ ഭർത്താവാ. മാഷ് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. മാഷ് പറഞ്ഞു, ഇനി ടീച്ചറമ്മയെ ഒരിക്കലും വിളിക്കരുത്, ശല്യപ്പെടുത്തരുത് എന്നെല്ലാം പറഞ്ഞ്. പിന്നീട് എൻ്റെ വിവാഹം ആലോചിച്ച് വിവാഹം റെഡി ആയപ്പോഴും ഞാൻ ഇൻവിറ്റേഷനും കാർഡുമായിട്ട് ടീച്ചറമ്മയുടെ അടുത്തേക്ക് വന്നതാ. പക്ഷേ അന്ന് ടീച്ചറമ്മയുടെ വീടും ഗേറ്റും എല്ലാം പൂട്ടിക്കിടക്കുകയായിരുന്നു. ടീച്ചറമ്മയെ ഞാൻ അടുത്തുള്ളവരോടൊക്കെ അന്വേഷിച്ച് നോക്കി, പക്ഷേ ടീച്ചറമ്മയും കുടുംബവും അവിടെ നിന്ന് മാറിപ്പോയെന്ന് അവർ പറഞ്ഞത്. പിന്നീട് എനിക്ക് ഒരു കോണ്ടാക്റ്റും കിട്ടിയില്ല ടീച്ചറമ്മയെ. ഞാൻ പിന്നെ എൻ്റെ ജീവിത തിരക്കുകളിലുമായി പോയി. ഞാൻ അറിഞ്ഞിരുന്നില്ല ടീച്ചറമ്മയുടെ അവസ്ഥയൊന്നും. ടീച്ചറമ്മ എൻ്റെ ഭർത്താവിനും
എൻ്റെ മക്കൾക്കും എല്ലാം ടീച്ചറമ്മയെ പറ്റി നന്നായിട്ട് അറിയാം. അവർക്കും വേണം ടീച്ചറമ്മ ഒരമ്മയായിട്ട്. അമ്മേ, ഈ മോള് സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നുണ്ട്. ടീച്ചർ സന്തോഷമായിട്ട് ഈ മോളുടെ കൂടെ പൊക്കോളൂ. ഞാൻ നമ്മുടെ ഡയറക്ടേഴ്സിനോട് പറഞ്ഞിട്ട് അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാൻ പറയാം. ശരി. ജാൻസി, നിന്റെ ഈ കഥയൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ നിനക്കിപ്പോ അമ്മയെ കിട്ടിയല്ലോ. നീ തീരുമാനം എടുത്തത് ബെസ്റ്റാണ്. കാരണം നിനക്ക് അമ്മയില്ല, നിന്റെ ഹസ്ബൻഡിനും അമ്മയില്ല. അപ്പൊ നിങ്ങൾക്കൊരു അമ്മയാവാൻ ഈ അമ്മയെ നീ കൊണ്ടുപോയിപ്പോ. അവിടെ നിന്റെ മക്കൾക്ക് അമ്മാമ്മയാവുകയും ചെയ്തു. വീട്ടിലെ ആൾക്കാരായില്ലേ, സന്തോഷമായിട്ട് ജീവിക്കാം. നീ കൊണ്ടുപോ ജാൻസി അമ്മയെ. തീരുമാനിച്ചോ? ഇവളുടെ സന്തോഷത്തിന് കുറച്ച് ദിവസം ഞാൻ പോയിട്ട് വരാം. മോളെ, സ്ഥിരമായി ഒന്നും ഞാൻ അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ വീട് ഇതാണ്. ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് കുറച്ച് ദിവസം ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ. അല്ല അച്ഛൻ, സന്തോഷമായില്ലേ ഇവിടെ വന്നപ്പം? അമ്മയ്ക്ക് മോൾക്ക് അമ്മയും എല്ലാവർക്കും നല്ല വിധത്തിലൊരു സന്തോഷ കാര്യമാണ് ഇവിടെ നടന്നത്. എന്നാൽ അമ്മേ, മേരികുട്ടിയായി പറഞ്ഞ പോലെ പേപ്പറുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവരുടെ മോടെ കൂടെ നിങ്ങളൊന്ന് പോയി അവിടെ താമസിച്ചാൽ മതി. അച്ഛാ, ഞാൻ സ്ഥിരമായി അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ വന്നു. അച്ഛൻ എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാനോ? ഈ ഹോമിന്റെ വാതിൽ എല്ലാവർക്കും എപ്പോഴും തുറന്നിരിക്കുന്ന ഒരു ഹോമാണ്. എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. എന്നാൽ ഇത്ര സ്നേഹത്തിൽ മോള് വിളിക്കുമ്പോൾ പോകാതിരിക്കുന്നതും ശരിയല്ലല്ലോ. അമ്മ ഏതായാലും അവരുടെ കൂടെ പോയി കുറച്ച് ദിവസം സന്തോഷമായി ഇരുന്നിട്ട് വരൂ. പിന്നെ നമുക്ക് ആലോചിക്കാം. അപ്പം എല്ലാം നല്ലത് നടന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് പിരിയാം, അല്ലേ? ഇവിടുന്ന് ആരാ പറഞ്ഞേക്കുന്നത്? ഈത്താമ്മയ്ക്ക് ഏത് സമയത്തും ഈ ഹോമിലേക്ക് സ്വാഗതമല്ലേ. പിന്നെ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്? സമാധാനത്തോടെ പൊക്കോളൂ. മക്കരുത് കേട്ടോ മേരി. ഇല്ല, ഒരിക്കലും ഇല്ല. ദൈവം എല്ലാരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.